വില കൂടുതലാണെന്നുള്ളൊരു കമൻറ്റ് ഒന്ന് രണ്ട് വീഡിയോസിൽ നമ്മൾ കണ്ട്. അപ്പോൾ വില കുറഞ്ഞ വാഹനങ്ങൾ എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടാണ് വില കുറയുന്നത് എന്നുള്ള ഈ വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് 2015 മോഡലേ 11 ലക്ഷം റുപ്യക്ക് ഫൈനൽ തരാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോർച്യൂണർ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞ് ശീലിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല, എഞ്ചിനൊക്കെ അടിപൊളിയാണ്, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. 2015 മോഡൽ 2 വീല് ഓട്ടോമാറ്റിക് വെറും 11 ലക്ഷം റുപ്യ NOC തരുന്നത് കേട്ടോ. നാണയാ കഴിഞ്ഞോ? കേൾക്കിയിട്ടൊന്നുമില്ല, കേൾക്കേണ്ട ആവശ്യമില്ല. വന്നതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ജസ്റ്റ് പോണ്ട് കുറച്ച് ചളിൻ്റെ അതൊന്ന് തോത്തല്ലേ. നാളെ നമ്മളെ പുതിയ സ്റ്റാഫാണ് കേട്ടോ. പുതിയ സ്റ്റാഫ് പറഞ്ഞാൽ ഒരു മാസമായില്ലേ? എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണ്. ഓക്കെ, എന്നെ പറ്റി എന്താ അഭിപ്രായം? ഉഷാറാണ്. അഖിലേന്ത്യ. ഓക്കെ ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഒന്നും വേണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? എന്നാ റിവ്യൂ പറഞ്ഞാലോ ഇതിന്റെ? ആയിക്കോട്ടെ. ഇത് എത്ര മോഡലാ? 2015 മോഡൽ. 2015 മോഡല് 2 വീല് ഓട്ടോമാറ്റിക് വണ്ടി. എങ്ങനെയുണ്ട് വണ്ടി ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ? അടിപൊളിയാ. പെയിന്റിങ് ചെയ്യേണ്ടി വരുമോ? പെയിന്റിങ് ചിലപ്പോ ടച്ച് വർക്ക് ചെയ്യാണ്ടാവുള്ളൂ. അപ്പൊ നാണിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. ഏകദേശം കമ്പനി പെയിന്റ് ആണല്ലോ ഇത്. കമ്പനി പെയിന്റ് വരുന്ന വാഹനമാണ്. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ. വേറെ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല. 2015 മോഡല് 11 ലക്ഷം റുപ്യ കൊടുക്കാന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് ചെറിയ സംശയം ഉണ്ടാവും. ഇത് മേജർ ആയിട്ട് ആക്സിഡന്റ് ഉണ്ടോ, മേജർ കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സംശയങ്ങളും വേണ്ടെന്നുള്ള ഗ്യാരണ്ടി കൊടുക്കാം നമുക്കത്. എഞ്ചിന്, ഗിയർ ബോക്സ്, അങ്ങനത്തെ ഒരു പേടികൾ പേടിക്കണ്ട കേട്ടോ. അതേപോലെ കുറച്ച് സസ്പെൻഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ന അതേ കണ്ടീഷനിൽ വീഡിയോ ചെയ്യുകയാണ്. കുറച്ച് ടച്ചിങ് ആൻഡ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം നിലവിൽ കമ്പനി പെയിൻ്റാണ് കൂടുതലും വരുന്നത്. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 97,000 കിലോമീറ്ററാണ് ഇതിന് കാണിക്കുന്നത്. 2017 ലാസ്റ്റ് കമ്പനിക്കാരന്. 2017 ലാസ്റ്റ് കമ്പനിക്കാരന് 50,000 കിലോമീറ്ററാണ്. പിന്നെ കമ്പനിയിൽ വർക്കേ എടുത്തിട്ടില്ല. നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പിലായിരുന്നു അവിടുന്ന് വന്നിരുന്നത്. KL 57 കൊടുവള്ളിക്ക് NOC എടുത്തൊരു വാഹനമാണ്. അപ്പോൾ മൂന്നാമത്തെ ഓൺഷിപ്പ് കേരളത്തിൽ നമ്പറാവും. എന്നിട്ട് നമുക്കിത് നമ്പറാക്കാനുള്ള പൈസ എക്സ്ട്രാ വരും കേട്ടോ. NOCയിലുള്ള റേറ്റാണ് 11 ലക്ഷം റുപ്യ. അതിൽ ബാർഗെയിനും കാര്യങ്ങളൊന്നുമില്ല. ഇതും എന്തൊക്കെയാണ് ഉള്ളതെന്നില്ല കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കാം നമുക്ക്. അപ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യാണ്ടതിലൊക്കെ മനസ്സിലാക്കിയിട്ട് വിളിക്കാം ഞങ്ങൾ. ഈ വണ്ടി നേരിട്ട് വന്ന് കാണാവും എത്രയും ബെറ്റർ കേട്ടോ. നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എഞ്ചിന്, ഗിയർ ബോക്സ്, ഇത് രണ്ടും നമ്മൾ ഗ്യാരണ്ടി വരും. മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഇല്ലാന്നല്ലോ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഈ വാഹനത്തിന് അല്ലേ? ഉഷാറാണ്. അപ്പോൾ ഈ വണ്ടി നമുക്ക് മൊത്തത്തിൽ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ അടിപൊളി. ടയർ ഭാഗങ്ങളൊക്കെ എത്ര ഉണ്ട്? ഒരു 60% ഉണ്ടാവും. ഉണ്ടോ? ഇല്ല, നമ്മളെ പറഞ്ഞാൽ അവർ പിടിച്ചു. ഇത് നമുക്കൊരു 10%, 20%. ഫ്രണ്ടേജ് ഭാഗങ്ങൾ സെൻറ്റർ ഉണ്ട്, സൈഡ് ഭാഗമല്ല. അപ്പൊ ഒരു 20% ടയർ ഭാഗം, ഫ്രണ്ടത്തെ 2 ടയറും മാറ്റി കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഇതൊരു 10-15% ഉള്ളൂ ടയർ. അപ്പം ഗ്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിക്കേണ്ടി വരും. ചെറുതായിട്ട് കുമ്പള പൊന്തിയിട്ടുണ്ട്. ആ ഒരു ഫൈബറിന്റെ പോർഷൻ ആയതുകൊണ്ട് ചെറുതായിട്ട് കുമ്പള കാര്യങ്ങൾ പൊന്തിയിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി പെയിന്റ് അല്ലാണ്? ഇതൊക്കെ കമ്പനി പെയിന്റ് ആണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നാണിക്ക് ഈ പെയിന്റ് ക്വാളിറ്റി ഒക്കെ ചെക്കിങ്ങിന്റെ ഒരു ഇത് കൊടുക്കാൻ നാണിക്ക് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ സെറ്റ് ആയി കേട്ടോ. പിന്നെ നാണി വണ്ടിൻ്റെ എല്ലാ പെയിൻറ്റും ഏകദേശം തലകൂടി നടക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇതിൻ്റെ പെയിൻറ്റും ക്വാളിറ്റി ഒക്കെ ഏകദേശം നാണിക്കറിയാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ചായ എടുക്കാൻ പോകുന്നത് ഈ വണ്ടിയിലാണ്. എങ്ങനെയുണ്ട് പെർഫോമൻസ്? അടിപൊളിയാണ്. എഞ്ചിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. എഞ്ചിനൊക്കെ ഗ്യാരണ്ടിയാണ്. നാണി ഗ്യാരണ്ടി തരുന്നുണ്ട് എഞ്ചിന്. ഈ ടയർ എത്ര ശതമാനം ഉണ്ടാവും? 10% ടയറേ ഉള്ളൂ ഇതും. അപ്പോൾ ഫ്രണ്ടേജ് 2 ടയറും നമ്മൾ മാറ്റി കൊടുക്കൽ നിർബന്ധമാണ്. നമ്മളല്ല എടുക്കണോലും മാറ്റണം. ഇതുമെല്ലാം ഓരോ പോരായ്മകൾ നമ്മൾ പറഞ്ഞുതരാം. ഇതൊക്കെ ഈ ലെവലിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊന്നും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഇതൊക്കെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു എഡ്ജും കാര്യങ്ങളൊക്കെ അതിൻ്റെതായുള്ള തേയ്മാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഏരിയകളിലൊക്കെ. പിന്നെ ഈ റൂഫിൻ്റെ ഏരിയയിൽ ചെറുതായിട്ട് എന്തോ ഒരു വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. റൂഫിൻ്റെ ഏരിയയിൽ ഗ്ലാസ് മാറ്റിയിട്ടുണ്ട്. ചിലപ്പം ഇവിടെ വേറെ മേജർ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തരാം. ഇതിവിടെ ഈ ഭാഗങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ പോസ്റ്റിൻ്റെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനത്തിന് വില കുറയണമെന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കുറേ ആൾക്കാർ പൊട്ടിച്ച് വാഹനം കൊടുക്കാറുണ്ട് മാതിരി ഇതും നമ്മൾ പൊട്ടിച്ചാണ് തരുന്നത്. അപ്പോൾ അതിൻ്റെതായുള്ള പൊട്ടും കാര്യങ്ങളൊക്കെ വണ്ടിമ്പോൾ ഉണ്ടാവില്ലാണേ. നമ്മൾ വില കുറച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെതായുള്ള വർക്കും കാര്യങ്ങളും വണ്ടിമ്പോൾ ഉണ്ടാവും. ഈ വണ്ടി എടുത്തിട്ട് മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സസ്പെൻഷൻ്റെ ഭാഗം കുറച്ച് വർക്ക് എടുക്കാണ്ട് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10-20,000 റുപ്യേൻ്റെ ഉള്ളിൽ ഏകദേശം വർക്കുകളൊക്കെ തീർക്കുക. കമ്പനി കയറ്റുകയാണെങ്കിൽ നല്ല സംഖ്യ വരും കേട്ടോ. കമ്പനിയിലാണെങ്കിൽ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുക.
ഇപ്പോൾ ലോറാമിൻ്റെ ഒരു ബുഷ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബുഷ് മാത്രം നമുക്ക് പുറത്ത് മാറ്റാൻ കഴിയും. കമ്പനിയിലാണെങ്കിൽ അത് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യുക. അവർക്ക് നന്നാക്കുന്ന പരിപാടിയില്ല, കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉൾക്കാരുള്ളൂ. അപ്പോൾ കമ്പനി കയറ്റി കഴിഞ്ഞാൽ നല്ല സംഖ്യ ഫോർച്യൂണറിന് വരും. ഈ ഒരു വാഹനം ചിലപ്പോൾ കമ്പനി കയറ്റി കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 90,000 രൂപ 1,00,000 രൂപേൻ്റെ അടുത്ത് ബില്ല് കമ്പനിക്കാർ കൊടുക്കും. നമ്മൾ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ 10-20 റുപ്യക്ക് ഏകദേശം വർക്ക് തീർക്കാനും കഴിയുന്നത്. അതാണ് കമ്പനി പുറത്തുള്ള മാറ്റം. ഏകദേശമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് പുറത്തുനിന്ന് അവർ ചെയ്യൽ. പിന്നെ ഈ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും ഇതൊക്കെ കമ്പനി പെയിൻ്റ് കേട്ടോ. ഇതൊക്കെ കമ്പനി പെയിൻ്റാണ്, ഇതും കമ്പനി പെയിൻ്റാണ്. ഈ ഒരു ഭാഗം രണ്ടാമത് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പൊള്ളക്കൂല, അല്ലെങ്കിൽ രണ്ടാമത് ലോക്കൽ ഗ്ലാഡിങ് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് പൊള്ളച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് ഒരധികാണ്ട് ശരിക്കും പെയിൻ്റ് അടിക്കണം. പിന്നെ ബാക്ക് സൈഡിലേക്കൊക്കെ വരികയാണെങ്കിലേ ഇതൊക്കെ കമ്പനി പെയിൻ്റ് തന്നെ കേട്ടോ, കമ്പനി പെയിൻ്റാണ്. ബമ്പറൊന്ന് ചെറിയൊരു സീറ്റിംഗ് ആക്കാണ്ട്. ടൈലാമ്പ് കാര്യങ്ങളൊക്കെ BMൻ്റെ ഷേപ്പ് ടൈലാമ്പാട്ടത് അങ്ങനെ LC ടൈലാമ്പാണ് നമ്മൾ ഇന്നലെ ക്ലീൻ ആക്കിയ വണ്ടി. ഇത് BM ടൈപ്പിലെ ടൈലാമ്പാണ് വരുന്നത്. പിന്നെ ബാക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലേ ചളി ഉണ്ടായതുകൊണ്ട് അറിയണില്ല അല്ലേ, കമ്പനി പെയിൻ്റ് തന്നെയാണ്, കമ്പനി പെയിൻ്റാണ്. ഡിക്കൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു മുടക്കിലൊക്കെ ഫോർച്യൂണർ ഇപ്പോൾ തൽക്കാലം ഉപയോഗിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് വർക്ക് എടുക്കാമെന്നുള്ള ആവശ്യക്കാർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ്. ഈ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് അല്ലേ, ഇവിടെയൊക്കെ ചെറിയൊരു പൊട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് വൃത്തിയാക്കി ഇതൊക്കെ സ്ക്രൂ കൊടുത്താണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മളൊന്നും ചെയ്തിട്ടില്ല, വന്ന അതേ കണ്ടീഷനിലാണ് വീഡിയോ ഉണ്ട്. ബാക്ക് ടയർ എത്ര ഉണ്ടാവുന്നതാണ്? 50 ഒരു 40% 30% ബാക്ക് ടയർ. വീഡിയോ ഒക്കെ ഉണ്ടോ? എൻ്റെ പേരെന്താണ്? നിച്ചു. ഓക്കെ. എനിക്ക് വണ്ടിനെ പറ്റി അറിയോ? ഇല്ല. അപ്പോൾ ഇത് കേട്ടോ, പഠിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഗ്ലാസ്സുകൾ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ കേട്ടോ, വേറെ ചേഞ്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും ജസ്റ്റ് കാണിച്ചു തരാം. സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റ് കവറൊന്നും അല്ല കേട്ടോ. അവിടെ ബാക്ക് സൈഡൊക്കെ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റ് കവറാണ്. ഇതൊന്നും കമ്പനി ഒറിജിനൽ ലെതർ സീറ്റ് കവറല്ല. സ്റ്റാറിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലേ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഡാഷ്ബോർഡ് കാര്യങ്ങൾ. സ്റ്റാറിങ്ങിൻ്റെ തേയ്മാനം വല്ലാതെ സംഭവിച്ചിട്ടൊന്നുമില്ല, എന്നാൽ ചെറിയ തേയ്മാനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കിലോമീറ്റർ കാണിക്കുന്നത് 1,02,000 കിലോമീറ്ററാണ്. അത് 100% കറക്റ്റാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഇത് 2017 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 57,000 കിലോമീറ്ററാണ് 2017 ഓടിയിട്ടുള്ളത്. അതേപോലെ 15, 16, 17 3 വർഷമേ കമ്പനി കയറിയിട്ടുള്ളൂ. അതിന് ശേഷം കമ്പനി കയറിയിട്ടില്ല. എന്നാലും എഞ്ചിനും ഗിയർ ബോക്സൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ചെക്കും വാറണ്ടി നമുക്ക് തരാൻ കഴിയും. ബാക്കിയുള്ള കുറച്ച് അല്ലറ വർക്കുകൾ എന്തായാലും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. എൻജിൻ സൈഡ് നോക്കണമല്ലോ ഇതാണേ. അപ്പോൾ എന്താ വെച്ചാൽ എൻജിൻ സൈഡ് നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കാനോ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലേ അതിനൊക്കെ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കി ഫുള്ള് വർക്ക് എടുത്താലും ഒരു 2015 സാധാ റേറ്റ് വരുള്ളൂ കേട്ടോ. ബോണറ്റിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ പക്കയാണ്, എവിടെയും പൊട്ടിക്കലോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണിൻ്റെ സൈഡ് പക്കയാണ്, എൻജിൻ സൈഡ് പക്കയാണ്. ഇതിൻ്റെ ഫ്രണ്ടേജ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും വല്ലാതില്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ലെഗൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റേണ്ടി വരും, ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് മാറ്റേണ്ടി വരും. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലെഗും പൊട്ടിയിട്ടില്ല, ഒരു ഫിറ്റിംഗ് ഒന്നും കറക്റ്റല്ല. ഹെഡ്ലൈറ്റ് രണ്ടും മാറ്റൽ നിർബന്ധമാണ്. പിന്നെ പുതിയ ബാറ്ററിയാണ് കേട്ടോ, 2025 10 മാസത്തെ ബാറ്ററിയാണ് വരുന്നത്. ഇൻഷുറൻസും അടുത്ത കൊല്ലം 5-ാം മാസം വരെ ഇൻഷുറൻസും വരുന്നുണ്ട് കേട്ടോ. പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ്. നമുക്ക് പിന്നെ ടാക്സ് എത്ര അടക്കേണ്ടത് വെച്ചാൽ ഒരു 2 ലക്ഷം റുപ്യേനകത്ത് ടാക്സ് നമ്മൾ കാണേണ്ടി വരും കേട്ടോ. 2015 മോഡലിൻ്റെയൊക്കെ 2 വീലിന് ഒരു 2 ലക്ഷം റുപ്യ ടാക്സി നമ്മൾ കാണേണ്ടി വരും. അത് എക്സ്ട്രാ നിങ്ങൾ ചെയ്യണം. ഇതുമത്തല്ല വർക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നിങ്ങൾ ചെയ്യണം. ഈ ഒരു കണ്ടീഷനിലുള്ള റേറ്റാണ്, അതിൽ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സ് ഇത് രണ്ടും നമ്മൾ ഗ്യാരണ്ടി വരും. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് ഈ 4 കാര്യങ്ങളും നമ്മൾ ഗ്യാരണ്ടി വരും. ഇപ്പോൾ കുറച്ച് സസ്പെൻഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ വന്നിട്ട് നിങ്ങൾ ഓടിച്ച് നോക്കുക. പിന്നെ ടയർ ഭാഗം രണ്ടും എന്തായാലും മാറ്റണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതുമ്പോൾ പൈസ ചിലവാക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റേറ്റ് കുറച്ച് വാഹനം കൊടുക്കുന്നത്. 11 ലക്ഷം റുപ്യ ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. അതാണ് ആരെങ്കിലും വരികയാണെങ്കിൽ അതിൻ്റെ താഴേക്ക് വരില്ല എന്ന് പറഞ്ഞോണ്ടി. 11 ലക്ഷം റുപ്യ ലാസ്റ്റ് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. ഈ വണ്ടിയാണ് എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻഷാല്ലാ സെറ്റാക്കി കൊടുക്കണം. ഫസ്റ്റ് നാടിനൊരു വണ്ടി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കച്ചവടം ചെയ്യണം കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായില്ലേ. ഹെഡ്ലൈറ്റ് കാണിച്ചു കൊടുക്കണം, അതേപോലെ ആ സൈഡ് കാണിച്ചു കൊടുക്കണം. ഈ സൈഡ് ഭാഗങ്ങൾ എന്തൊക്കെയാണ് വർക്കിൽ കംപ്ലീറ്റ് മാത്രം കാണിച്ചു കൊടുക്കണം കേട്ടോ. ടയറും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ടാക്സി എക്സ്ട്രാ നമ്മൾ അടക്കണം.
ടാക്സ് എക്സ്ട്രാ ഓല അടക്കണം കേട്ടോ, നമ്മളല്ല എടുക്കുന്ന ആൾക്കാർ ടാക്സ് എക്സ്ട്രാ അടക്കണം. അപ്പം ഈ ഒരു കണ്ടീഷനിൽ എത്ര റേറ്റ്? 11 ലക്ഷം റുപ്യ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ PC കാർ സ്പോട്ടിലേക്ക് വന്നോളി. ഈ വാഹനം നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് എടുക്കുമായിരിക്കും ഒന്നും കൂടി ബെറ്റർ കേട്ടോ. നമ്മൾ കാണാതെ എടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അത്ര വിശ്വസിച്ചു എന്നില്ല പറയും. ഇത്രയും വർക്കുകൾ ഇതുമ്പോൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നേരിട്ട് വന്നിട്ട് കണ്ടിട്ട് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ അവസരവും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.